മഹീന്ദ്രയുടെ വണ്ടികളിൽ സ്പോർട്ട് എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിട്ട് കണ്ടിട്ടുള്ളത് എപ്പോഴാണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. മഹീന്ദ്രയ്ക്ക് ന്യൂവോ സ്പോർട്ട് എന്ന വണ്ടി ഉണ്ടായിരുന്നു. അതായത് ഇക്കോ സ്പോർട്ടിൻ്റെ സുവർണ്ണ കാലഘട്ടത്തിൽ ഇറങ്ങി വന്ന ഒരു കോമ്പാക്ട് SUV ആയിരുന്നു ന്യൂവോ സ്പോർട്ട്. അപ്പോൾ ആ ഒരു കാര്യം ഇപ്പോൾ ഓർമ്മ ഒരു കാരണമുണ്ട്. നിങ്ങളതിൻ്റെ പിന്നിൽ കാണുന്ന XUV300 ഈ ഒരു വേരിയൻറ്റിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു മോഡലിൻ്റെ പേരെന്ന് പറയുന്നത് ടർബോ സ്പോർട്ട് എന്നാണ്. അപ്പോൾ ടർബോ ചാർജ് എഞ്ചിനുള്ള പുതിയ കൂടിയ ആ ഒരു പവറുള്ള GDI ടർബോ ചാർജ് എഞ്ചിനുള്ള ഈ ഒരു വണ്ടിക്ക് ഒരു ഇത്തിരി പ്രത്യേകതകളുണ്ട്. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ ഒരു XUV300 ടർബോ സ്പോർട്ടിനെ പരിചയപ്പെടാമെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പുതിയതായിട്ട് വന്ന ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാം. സ്വാഗതം. എനിക്ക് ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു. അതുമാത്രമല്ല ഇനീഷ്യലായിട്ട് ഓടിച്ചു വന്നപ്പോൾ ഒരു നല്ല ഫീലൊക്കെ തോന്നി. പുതിയ ഒരു കളറോട് കൂടിയാണ് ഈ ഒരു മഹീന്ദ്ര XUV300 ടർബോ സ്പോർട്ട് വരുന്നത്, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം 10,35,000 മുതൽ 12,90,000 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. 3 വേരിയൻ്റാണ്, W6, W8 and W8 ഓപ്ഷൻ. അപ്പോൾ 130 HP 230 NM 6 സ്പീഡ് മാനുവലോട് കൂടി ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ എഞ്ചിനാണത്. ഇനി രൂപത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു രൂപം എന്ന് പറയുന്നത് പരിചിതമായി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു നല്ല ഒരു ഫേസ് ലിഫ്റ്റുള്ള സമയമായി കഴിഞ്ഞു. വെറും കളറുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗിമ്മിക്സുകളും മാറ്റി ഒരു പ്രോപ്പർ XUV പുതിയ 300 വരുന്നത് കാത്തിരിക്കണം നമ്മൾ. എന്തായാലും ഈ ഒരു വണ്ടിയുടെ ആ ഒരു പുതുമ എന്ന് പറയുന്നത് ആ ഒരു റെഡ് ഇൻസേർട്ടാണ്, റെഡ് ആക്സൻസ് എന്ന് പറയാം. അപ്പോൾ ആ ഗ്രില്ലാണെങ്കിലും താഴെയാണെങ്കിലും ഒക്കെ റെഡ് ആക്സൻസ് ഉണ്ട്. ആ ഒരു റെഡ് ആക്സൻസിൻ്റെ കാര്യം പറയുമ്പോൾ ആ പിയാനോ ബ്ലാക്ക് ഫിനിഷ് അല്ലെങ്കിൽ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ അത് കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. കൂടാതെ മഹീന്ദ്രയുടെ പുതിയ ലോഗോ കൂടി XUV300 കിട്ടി. ആ ഒരു ഹെഡ്ലാമ്പ് നോക്കിയാൽ ഹെഡ്ലാമ്പിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ എപ്പോഴും പറയാണ്ട് വലിയ ഹെഡ്ലാമ്പാണ്. ഹെഡ്ലാമ്പും DRലും ആ ഒരു ഫോഗ് ലാമ്പും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ പ്രൊജക്ടർ ഹെഡ്ലാമ്പാണത്. ആ ഒരു ഹലോജൻ ഹൈ ബീം കാണാം, കൂടാതെ ഇൻഡിക്കേറ്ററിൻ്റെ ബൾബും കാണാനുള്ളതാണ്. ഇനി ആ ഒരു വലിയ ബമ്പറിന് ഒരു സിൽവർ സ്കിഡ് പ്ലേറ്റ് കൂടിയുണ്ട്, അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള സ്കിഡ് പ്ലേറ്റ് കൂടിയുണ്ട്. ഈ ഒരു ബോണറ്റിൻ്റെ ആ ഒരു രൂപം കൊള്ളാം, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബോണറ്റ് ഏരിയയാണ്. കൂടാതെ ഈ ഒരു ഡ്യുവൽ ടോൺ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. മുകളിലായിട്ടൊരു റൂഫ് റെയിൽസ് കാണാം, കൂടാതെ ആ ഒരു സൺ റൂഫ് കൂടി ഒരു മോഡലുണ്ട് എന്നുള്ളതാണ്. ആ ഒരു എഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ ആ ഒരു 3 സിലിണ്ടർ എഞ്ചിൻ നിങ്ങൾക്ക് കാണാം. കൂടാതെ ആ ഒരു ഹോട്ട് സർഫേസ് കണ്ടോ, ടർബോയും കാണാനുള്ളതാണ്. ഇനി ഇതിന് ബോണറ്റ് ഇൻസുലേഷൻ ഉണ്ട്, കൂടാതെ ഹെവി ആയ ഒരു ബോണറ്റ് ഷെല്ലാണെന്നുള്ളതാണ്. XUVകൾക്കൊക്കെയുള്ള ആ ഒരു ബൾജ് ആ ഒരു പിന്നിലായിട്ട് കാണാം. ഇത് ആ ഒരു ചീറ്റയുടെ കാര്യമായിട്ട് നമ്മൾ XUV500 മുതൽ കൊണ്ട് പറയുന്നുണ്ട്. കൂടാതെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഈ ഒരു മൂന്നാമത്തെ അല്ലെങ്കിൽ C പില്ലർ കാണാം. ഈ പില്ലറിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ആ ഒരു ബ്ലാക്ക് റൂഫിനോട് നല്ല ഭംഗിയായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഈ ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്ത C പില്ലർ കാണാം, കൂടാതെ മിററും ആ ഒരു ബ്ലാക്ക് തന്നെയാണെന്നുള്ളതാണ്. ഞാൻ പൊതുവെ പിയാനോ ബ്ലാക്ക് എന്ന് പറയാറില്ല, പകരം ഗ്ലോസി ബ്ലാക്ക് എന്നാണ് പറയാറുള്ളത്. ഇനി TGDA എന്നുള്ള ആ ഒരു ലോഗോ വശങ്ങളിലുണ്ട്, അതാണ് ആ ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. അതിൻ്റെ ഉള്ളും ആ ഒരു റെഡ് ഇൻസൈഡ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി കീ ഹോള് ഒരു സൈഡിലേ കാണുള്ളൂ, കൂടാതെ എനിക്ക് തോന്നുന്നു ആ ഒരു റിക്വസ്റ്റ് സെൻസറും ഇടതുവശത്തില്ല. സവിശേഷതകളെക്കുറിച്ച് പറയുമ്പോഴേ ആ ഒരു ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്, കൂടാതെ വീല് കണ്ടോ, പുതിയ അലോയ് ഡിസൈനാണ്. ആ ഒരു പുതിയ മഹീന്ദ്ര ലോഗോയോട് കൂടിയിട്ടുള്ള ആ ഒരു അലോയ് ഡിസൈൻ മനോഹരമാണ്. ഇത് 205/60 6/16 സൈസുള്ള വീലാണ്. അതുമാത്രമല്ല ഈ ഒരു XUV300 ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളുണ്ട് എന്നുള്ളതാണ്. XUV300 പിൻവശത്തിന് ഒരു കുട്ടിത്തമുണ്ട്. ഈ ഗ്ലാസ് ഏരിയ ഇത്തിരി ചെറുതാണെന്നുള്ളതാണ്. കൂടാതെ ഈ ഒരു ടെയിൽ ലാമ്പ് ഡിസൈൻ രാത്രി കത്തുന്നതാണ് നല്ല ഭംഗിയാട്ടോ. കൂടാതെ പിന്നിലെ ഒരു XUV300 ലോഗോയും W8 ലോഗോയും കാണാം. ഞാൻ പറഞ്ഞ ടർബോ സ്പോർട്ട് എവിടെയും കാണില്ല. കൂടാതെ ആ ഒരു ബമ്പറിൽ ആ ഒരു സിൽവർ ഇൻസേർട്ടും കാണാം. ഇനി താഴെയുമുണ്ട് ആ ഒരു 2 റിഫ്ലക്ടറുകൾ. ഒരു സ്പോയിലർ കൂടിയുണ്ട്. ആ ഒരു സ്പോയിലറിനുള്ളിൽ ആ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൂടി വൃത്തിയായി തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആൻറ്റിന കൂടി കാണാനുള്ളതാണ്. ഷാർക്ക് പിന്നല്ല, സാധാ ആൻറ്റിനാണ്. ഇനി ഞാൻ ഈ പുതിയ മഹീന്ദ്ര ലോഗോ ഒന്നും ക്ലോസപ്പ് കാണിക്കുകയാണ്. അതുമാത്രമല്ല ഇതും തുറക്കാം. ബൂട്ട് സ്പേസ് കുറവാണ് XUV300. അതൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു ബൂട്ട് ഫ്ലോറ് നമുക്കിങ്ങനെ മടക്കി വെക്കാന്നുള്ളത് ഒരു കാര്യമാണ്. സ്പെയർ വീല് ആ ഒരു അലോയല്ല, സാധാ സ്റ്റീൽ വീല് തന്നെയാണ്. കൂടാതെ ആ ഒരു ടൂൾസൊക്കെ തന്നെ കാണാം. ഈ ഒരു ബൂട്ട് ഫ്ലോർ ആവശ്യാനുസരണം വെക്കാനായിട്ടേ ആ ഒരു കട്ടിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വെക്കാനുള്ളതാണ്. കൂടാതെ ഈ ഒരു തെർമോക്കോൾ ആ ഒരു കേസിങ് കൊള്ളാം. സീറ്റ് 60-40 ഫോൾഡ് ചെയ്യാം. അങ്ങനെ ഫോൾഡ് ചെയ്താൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കിട്ടും. അതായത് ഫ്രണ്ടിൽ 2 പേര് മാത്രമേ യാത്ര ചെയ്യുമെങ്കിൽ ഈ ഒരു ബൂട്ട് സ്പേസിൻ്റെ കുറവ് ഒരു കാര്യമായി തോന്നില്ല. പക്ഷേ സ്റ്റിൽ ബൂട്ട് സ്പേസ് കുറവാണെന്നുള്ളത് തന്നെയാണ്. 3 ഹെഡ് റെസ്റ്റുകൾ കൂടി ഈ ഒരു പിൻ സീറ്റിനുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ബ്ലാക്ക് ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ സീറ്റ് മാത്രമേ ഉള്ളൂ. ആ ഒരു ടോപ്പൊക്കെ തന്നെ ഗ്രേ ആണ്. എങ്കിലും ഈ ഒരു സീറ്റിൻ്റെ ഈ ഒരു ലെതർ സീറ്റുകൾ കൂടി ഈ ഒരു പുതിയ വേർഷൻ്റെ ഭാഗമാണെന്നുള്ളതാണ്.
XUV300 ഒരു ഡീസൽ AMT-നായിരുന്നു. ഏകദേശം 310 Nm ടോർക്കുള്ള ഒരു വണ്ടി, അത്യാവശ്യം നല്ല പഞ്ചായിരുന്നു ഓടിക്കാനായിട്ട്. പക്ഷേ ഈ ഒരു പുതിയ വേർഷൻ വന്നപ്പോൾ ഒരു പോരായ്മയായിട്ട് ആ ഒരു ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളത് പറയാം. നമുക്കൊരു ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നുന്നുണ്ട്. കാരണം നല്ല പവർഫുൾ ആയിട്ട് വണ്ടിക്ക് നമ്മൾ ഹുണ്ടായിലൊക്കെ DCT കണ്ട പോലെ ഒരു ഓട്ടോമാറ്റിക് ഏതെങ്കിലും കൈൻഡ് ഓഫ് ഒരു ഓട്ടോമാറ്റിക് AMT ആണെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളതാണ്. റിക്വസ്റ്റ് സെൻസറും കീ ഹോളും ആ ഒരു ഫ്രണ്ടിൽ മാത്രമേ കാണുള്ളൂ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അകത്ത് കയറുന്നതിന് മുന്നേ ഈ ഒരു കാര്യങ്ങൾ കാണിക്കാം. ഇതൊരു ഇത്തിരി മെഴ്സീഡീസ് ബെൻസിലൊക്കെ കണ്ടിട്ടുള്ള പോലുള്ള ആ ഒരു ഫിനിഷിംഗ് ഒക്കെ തന്നെ നല്ലതാണ്. അതായത് ഒരു പ്രീമിയം ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ബ്ലാക്ക് ഗ്ലോസ് ഫിനിഷും കൊള്ളാം. ഇതാണ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ ഒരു സ്പീക്കർ കാണാം. കൂടാതെ ഈ ഒരു ഡോർ ഹാൻഡിലുമാണത്. ഇനി സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ സ്വിച്ചും, കൂടാതെ ഈ ഒരു പാർക്ക് സെൻസറിൻ്റെ സ്വിച്ചും, കൂടാതെ ഈ ഒരു ESPയുടെ സ്വിച്ചും കാണാം. ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ രൂപം കൊള്ളാം. പക്ഷേ ഒരിത്തിരി കൂടി കാലികമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ആ ഒരു ലെതർ റാപ്പിംഗ് ഉണ്ടോ, ഈ ഒരു ഗോൾഫ് ബോളിൻ്റെ പാറ്റേണുള്ള ഈ ഒരു സ്റ്റിച്ചിങ് തീർത്തും നല്ല കേട്ടോ. അപ്പോൾ പിടിക്കാനൊക്കെ നല്ല ഫീൽ ഉണ്ട്. കൂടാതെ ഈ ഒരു മെറ്റൽ ഇൻസെറ്റൊക്കെ തന്നെ കൊള്ളാം, അല്ലെങ്കിൽ മെറ്റൽ ഇൻസെറ്റിൻ്റെ ഒരു ഭാഗമൊക്കെ കൊള്ളാം. ഇനി ഈ ലോഗോയും അത്യാവശ്യം മനോഹരമാണെന്നുള്ളതാണ്. സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ലിവറുകളൊക്കെ തന്നെ അത്യാവശ്യം നല്ല സോളിഡാണ്. കൂടാതെ ഈ ലെതർ സീറ്റുകൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സീറ്റുകളാണ്. നല്ല സീറ്റുകൾ എന്ന് പറയുമ്പോൾ ഇരിക്കാൻ നല്ല സുഖമുള്ള സീറ്റുകളാണെന്നുള്ളത് തന്നെയാണ്. ഇനി ഈ ഒരു പെഡലുകളൊക്കെ സ്പോർട്ടി പെഡലുകളാണ്. അതായത് ടർബോസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒത്തിരി സ്പോർട്ടിയാണ് വണ്ടി. ഇനി ഡോർ പാഡിൽ എടുത്തു വേണ്ട കാര്യമെന്ന് പറയുന്നത് 2 ബോട്ടിൽ ഹോൾഡറുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കൂടാതെ ഈ ഒരു ആംറസ്റ്റ് കൂടി കാണാം. അതായത് ആ ഒരു ലെതർ റാപ്പിലുള്ള ആംറസ്റ്റ് കൂടി കാണാം. ഈ ഒരു മഹീന്ദ്ര XUV300 ടർബോസ്പോർട്ടിന് ESP ഉണ്ട്. കൂടാതെ കോർണറിങ് അസിസ്റ്റ് അതുപോലുള്ള കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്. ആ ഒരു 4 വീലുകൾ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ടൊരു സേഫ്റ്റി പാക്കേജ് കൂടിയാണ് ഈ ഒരു വണ്ടി എന്നുള്ളതാണ്. അല്ലെങ്കിൽ സേഫ്റ്റിയുടെ ഒരു കാര്യം കൂടി വണ്ടിക്ക് ഉണ്ട് എന്നുള്ളത് കാര്യമായിട്ട് പറയാം. ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് നമ്മൾ XUV300 കണ്ടിട്ടുണ്ട്. കൂടുതൽ പറയാനൊന്നുമില്ല. ഈ ഒരു മെറ്റൽ ഇൻസെറ്റും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. കൂടാതെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഇരുവശത്തേക്കും ആ ഒരു പാസഞ്ചറും ഡ്രൈവർക്കുമായിട്ട് നിൽക്കുന്ന AC വെൻറ്റുകളൊക്കെ അത്യാവശ്യം നല്ല യൂസബിൾ ആണെന്നുള്ളതാണ്. ഇനി ഒരു മീഡിയ സ്ക്രീൻ അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ള മീഡിയ സ്ക്രീനാണ്. അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവാണ്. കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. നാവിഗേഷൻ ഉണ്ട് ഇൻബിൽറ്റ്. അത് മാത്രമല്ല ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇക്കോ സെൻസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം, അതായത് നമ്മുടെ വണ്ടി ഓടിക്കുന്ന ആ ഒരു സ്റ്റൈല്, ആ ഒരു സ്കോറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇപ്പോൾ ലൊക്കേഷൻ ട്രാക്കിങ്, സിങ്ക് സെറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ ആപ്പ് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇനി ഹോമിലേക്ക് പോയി കഴിയുമ്പോൾ റേഡിയോ, ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ ഒക്കെ തന്നെ കാണാം. അപ്പോൾ അത്യാവശ്യം റെസ്പോൺസീവ് ആണ്, അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവ് ആണ്. കാർ ഇൻഫോയിൽ നമുക്ക് കാറിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫ്യൂൽ ഇൻഫോ, അതായത് ആ ഒരു മൈലേജ് ടർബോമീറ്ററാണ്. ചവിട്ടി ഓടിക്കുമ്പോൾ മൈലേജ് കുറയും. കൂടാതെ റിവേഴ്സ് ക്യാമറയുടെ കാര്യങ്ങൾ, സർവീസ് ഇൻഫോ, DRL ഓഫ് ചെയ്യണോ ഓൺ ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. സെറ്റിംഗ്സിനകത്ത് ആ ഒരു സൗണ്ട് ഡിസ്പ്ലേ, കണക്ടിവിറ്റി, സിസ്റ്റം, ഇക്കോ സെൻസ്. ഞാൻ സൗണ്ട് ഒന്ന് എടുത്തിട്ടേ ആ ഒരു ഫേഡറിൻ്റെ ഒരു കാര്യം കാണിക്കാം. ആ ഒരു ഫേഡർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റെസ്പോൺസ് മനസ്സിലാവും. റിവേഴ്സ് ഇട്ട് കഴിയുമ്പോൾ, അതായത് ഇതൊരു 6 സ്പീഡ് മാനുവലാണ്. ഇതിന് ഓട്ടോമാറ്റിക് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ റിവേഴ്സ് ഇട്ട് കഴിയുമ്പോൾ, റിവേഴ്സ് ഇടാനായിട്ട് നമുക്ക് ആ ഒരു നോബ് പിടിച്ചുകൊണ്ട് റിവേഴ്സ് ഇട്ട് കഴിയുമ്പോൾ പാർക്ക് അസിസ്റ്റ് വേണമെന്ന് ചോദിക്കും. അതായത് നമ്മൾ ഈ ഒരു മോഡ് സെലക്ട് ചെയ്താൽ align the arc line with the parking slot line. Then drive till you find a clear parking slot. അതായത് വണ്ടി നമുക്ക് പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതാണ് എൻ്റെ കാര്യം. പിന്നെ ഈ സെഗ്മെൻറ്റിൽ അധികം കാണാത്ത ഡ്യുവൽ സോൺ AC വണ്ടി ഉണ്ട്. പക്ഷേ ഡ്യുവൽ സോൺ AC അല്ല. ഈ ACക്ക് മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത മെമ്മറി 22 ഡിഗ്രിയാണ് ഡ്യുവൽ സോൺ. അപ്പോൾ ഞാൻ മെമ്മറി മാറ്റിയിട്ട് 1, 2, 2-ൽ 25 ഡിഗ്രിയാണ്, 3-ൽ ആ ഒരു 25 ഡിഗ്രി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും എൻ്റെ മെമ്മറിക്ക് വരികയാണ്. അപ്പോൾ അത് 22 ഒന്ന് കാണാം കേട്ടോ. ഞാൻ ഈ 1 എന്നുള്ള മെമ്മറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫാൻ സ്പീഡ് കൂടി, ഞാൻ കുറയ്ക്കട്ടെ. അത് മാത്രമല്ല ടെമ്പറേച്ചർ കൺട്രോൾസ് കാണാം. ഈ ഒരു ഓട്ടോ വൈസർ ബട്ടൺ ഉണ്ട്. ഇവിടെ താഴെ 2 USB പോർട്ട് ഉണ്ട്. ഒരു ഫാസ്റ്റ് ചാർജിങ് പോർട്ടാണത്. സ്റ്റോറേജ് സ്പേസുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഗ്ലോ ബോക്സിന് പുറമെ. ഗ്ലോ ബോക്സ് അത്യാവശ്യം വലുതാണ്. ആ ഒരു ലൈറ്റൊക്കെ കാണാം. കൂടാതെ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വയർലെസ് ചാർജിങ് ഇല്ല, സാധാ ഒരു പാഡ് തന്നെയാണ്. കൂടാതെ ഇവിടെ കപ്പ് ഹോൾഡറുകളുണ്ട്. ഈ ഒരു കീ കണ്ടോ, ഇതാണ് XUV300 കീ. ഈ കീ നമ്മൾ സ്കോർപ്പിയോയിലൊക്കെ കണ്ടിട്ട് സെയിം കീ തന്നെയാണ്. ആ ഒരു ഫ്ലിപ്പ് കീ തന്നെയാണ്. ഒരു ആംറസ്റ്റ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. ആ ആംറസ്റ്റ് അത്യാവശ്യം ഡീപ്പാണ്. ആ ഒരു ആംറസ്റ്റ് കാണാം. ഹാൻഡ് ബ്രേക്ക് ഇലക്ട്രിക് അല്ല, സാധാ ഹാൻഡ് ബ്രേക്കാണ്. അത്യാവശ്യം നല്ല ഒരു ക്രോം ടിപ്പ് കൊടുത്തിട്ട് വൃത്തിയാക്കിയ ഒരു ഹാൻഡ് ബ്രേക്കാണ്. അപ്പോൾ ഈ കൺസോളും ഈ ഒരു ഡാഷ്ബോർഡും ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ തന്നെ നല്ലതാണെന്നുള്ളതാണ്. ഇനി ഓട്ടോ വൈപ്പേഴ്സ് ഉണ്ട്, ഓട്ടോ ഹെഡ് ലാംപ്സ് ഉണ്ട്. ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, റീച്ചില്ല. പിന്നെ സ്വിച്ചുകളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ മീറ്റർ കൺസോളിനകത്തൂടെ ടോഗിൾ ചെയ്യുന്നത് ഇവിടുത്തെ ഈ ഒരു ബട്ടൺ വെച്ചിട്ടാണ്. അപ്പോൾ സ്റ്റിയറിംഗിൻ്റെ ബട്ടൺ കാണിക്കാം. ഈ സ്റ്റിയറിംഗിന് 3 മോഡുകളുണ്ട്. 3 മോഡെന്ന് പറയുമ്പോൾ സ്റ്റിയറിംഗിൻ്റെ സ്പോർട്ട്, കംഫർട്ട്, നോർമൽ. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, എന്നാലും ആ ഒരു വ്യത്യാസം ഫെൽറ്റാണ്. കൂടാതെ നമുക്ക് ഈ ഒരു സെറ്റ് ട്രിപ്പ് എന്നുള്ള കാര്യങ്ങളില്ലേ, അപ്പോൾ സെറ്റിൽ നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്യാം. ഈ ഒരു മീറ്റർ കൺസോളിനകത്തൂടെ ടോഗിൾ ചെയ്യുന്നതും ഈ ഒരു ബട്ടൺ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ബട്ടൺ എടുത്തിട്ട് ആ ഒരു പ്രസ് ചെയ്യാണ്.
അതായത് ആ ഒരു ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ടയർ ടെമ്പറേച്ചർ, ട്രിപ്പ് എ, ട്രിപ്പ് ബി, ഡിസ്റ്റൻസ് ടു MT, ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഞാൻ ആ ഒരു ക്ലസ്റ്ററിലേക്ക് ഒന്ന് എൻ്റർ ചെയ്യട്ടെ. കളർ സെറ്റിങ്സ്, ബ്രൈറ്റ്നസ്, ടെമ്പറേച്ചർ സെറ്റിങ്സ്, പ്രഷർ സെറ്റിങ്സ്, ഓവർ സ്പീഡ് ഫ്ലാഷ്, വെൽക്കം സൗണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. അപ്പോൾ ഞാൻ കളർ സെറ്റിങ്സ് പോയിട്ടേ ആ ഒരു യെല്ലോ മാറ്റിയിട്ട്, എനിക്ക് തോന്നുന്നു ആ ഒരു യെല്ലോ മാറ്റി റെഡാക്കാൻ പറ്റും നോട്ടെ. എനിക്ക് റെഡാണ് കുറച്ചുകൂടി ഇഷ്ടം. സ്കൈ ബ്ലൂ വന്നു, ബ്ലൂ വന്നു, ഓഫ് ചെയ്തു, വൈറ്റായി, റെഡായി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അത്യാവശ്യം ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും ചെയ്യുന്നത് രസമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബട്ടണിനകത്താണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത്. ഒരു ഇൻകൺവീനിയൻസ് ആണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റിയറിങ്ങിലോ ഈ ഒരു സ്റ്റാക്കിലോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ. മിററിന് ഓട്ടോ ഡിമ്മിങ് ഉണ്ട്. കൂടാതെ ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്. ലൈറ്റുകൾ കാണാം. ഈ ലൈറ്റുകൾ എന്ന് പറയുന്നത് LED അല്ല, സാധാ ലൈറ്റാണ്. കൂടാതെ ഒരു സൺറൂഫ് കൂടി ഉണ്ടെന്നുള്ളതാണ്. ഈ ബ്ലാക്ക് റൂഫിൽ സൺറൂഫ് പുറത്ത് കാണാൻ നല്ല അഴകാണേ, അത് പറയേണ്ടതുണ്ട്. ഇതാണ് ആ ബ്ലൂടൂത്ത് മൈക്ക്. പിൻ ഡോറിലും ആ ഒരു ലെതർ ആംറസ്റ്റ് ഉണ്ട്. കൂടാതെ ഈ ഒരു ബ്ലാക്ക് കളർ കാണാം. ഈ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഗ്ലോസി ബ്ലാക്ക് ആണ്. ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഇതിൻ്റെ പിന്നിൽ ആ ഒരു മാപ്പ് പോക്കറ്റിന് പകരം മാപ്പ് ബാൻഡുകളാണ്. ഈ ഒരു ഇലാസ്റ്റിക്കിനകത്ത് നമുക്ക് മാപ്പോ പേപ്പറോ കുത്തിവെക്കാം. ഇനി റിയർ AC വെൻറ്റുകളില്ല. ഈ ഒരു വണ്ടിക്ക് മറ്റുള്ള വണ്ടികളൊന്നും കാണുമ്പോൾ ഒരു വ്യത്യാസം അല്ലെങ്കിൽ കുറവായിട്ട് ആ ഒരു കാര്യം കൂടി പറയാനുള്ളതാണ്. ഈ ഒരു 3 ഹെഡ് റെസ്റ്റുകളും ഈ ഒരു ആംറസ്റ്റും അത്യാവശ്യം നന്നായി ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയായിട്ട് ഈ ഒരു XUV മാറ്റുന്നുണ്ട്. കൂടാതെ ഇവിടെ ആ ഒരു കപ്പ് ഹോൾഡർ ഉണ്ടെന്നുള്ളതാണ്. ക്യാബിൻ ലൈറ്റ് ഒന്നല്ല 2 ഉണ്ട്. പിന്നിലായിട്ടൊരു ക്യാബിൻ ലൈറ്റ് കൂടി കാണാം. ഈ ഒരു സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ ഹെഡ് റൂം ഉണ്ട്, കൂടാതെ ലെഗ് റൂം ഉണ്ട്. തൈ സപ്പോർട്ട് മാത്രമാണ് ഇത്തിരി കുറവ്. ആ നീ റൂമും കൊള്ളാം. അതായത് ഈ സീറ്റ് ഞാൻ ഓടിച്ചു വന്ന ആ ഒരു പൊസിഷനിലാണ്, എനിക്ക് ഇരിക്കുന്ന ആ ഒരു പൊസിഷനിലാണ്. പക്ഷേ അത്യാവശ്യം സ്ഥലമുണ്ടെന്നുള്ളതാണ്. 3 പേർക്ക് ഇരിക്കാം, തോളുരുമി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാവുന്ന ഒരു സീറ്റുകൾ തന്നെയാണ് ഈ ഒരു XUV 300 ഒക്കെ ഉള്ളത്. അതിപ്പോൾ ടർബോ സ്പോർട്ടായപ്പോൾ വന്ന പുതിയ കാര്യമല്ലെങ്കിൽ കൂടി ഈ ഒരു കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ടല്ലോ. ഈ ഒരു വണ്ടിക്ക് മുന്നേയും ആ ഒരു XUV 300 ടർബോ പെട്രോൾ തന്നെയായിരുന്നു. അതായത് ആ 1.2 ലിറ്റർ എഞ്ചിൻ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ ആ ഒരു പവർ എന്ന് പറയുന്നത് 110 PS 200 Nm ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു AMT 6 സ്പീഡ് AMTയും ആ ഒരു മാനുവലുണ്ടായിരുന്നു. ഇപ്പോൾ M സ്റ്റാലിയൻ TGD ആയിട്ട് ഈ വണ്ടി വന്നപ്പോൾ 130 PS പവറും 230 Nm ടോർക്കും ഉണ്ട്. കൂടാതെ ആ ഒരു 6 സ്പീഡ് മാനുവൽ മാത്രമേ ഉള്ളൂ, ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഡീസലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ ഒരു ഓട്ടോമാറ്റിക്. ഇപ്പോൾ ടർബോ സ്പോർട്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ടർബോ സ്പോർട്ട് എന്ന് പറയുമ്പോൾ ബാഡ്ജ് കണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു എഞ്ചിനുള്ള ഈ ഒരു സീരീസിൻ്റെ പേരാണ് ടർബോ സ്പോർട്ട് സീരീസ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളൂ. എന്തായാലും ടർബോ ചാർജർ പെട്രോൾ എഞ്ചിനുള്ള മോഡലല്ലേ, പവർഫുൾ ആയിട്ടുള്ള മോഡലല്ലേ. വണ്ടി റോഡിലേക്ക് എടുത്ത് ഓടിക്കേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ഓടിക്കാം. XUV 300 ടർബോ സ്പോർട്ട് ഓടിക്കുകയാണ്. ടർബോ സ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യത്തെ ആ ഒരു 1.2 ഈ ഒരു M സ്റ്റാലിയൻ TGD വന്നപ്പോൾ ആ ഉള്ള വ്യത്യാസം ആദ്യം പറയാം. 110 PS 130 PS ആയി. അതായത് 128 HP-യോളം bhp-യോളം. കൂടാതെ 230 Nm 200 Nm എന്നുള്ളത്. പക്ഷെ ഒരു കുറവുള്ളത് ഇതിന് AMT ഇല്ല എന്നുള്ളതാണ്. ഇത് 6 സ്പീഡ് മാനുവലാണ്. അപ്പോൾ ഈ ഒരു ഷിഫ്റ്ററുടെ കാര്യം പറയണം. നല്ല ഷിഫ്റ്ററാണ്. ഷിഫ്റ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടു. അത് സ്ലിക്കാണ്, ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ തീർത്തും സ്മൂത്തായ ഒരു ഷിഫ്റ്ററാണ്. അതൊരു പ്രത്യേകമായിട്ട് പറയാം. ഇനി സ്റ്റിയറിങ്ങിന് 3 മോഡുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആ ഒരു മോഡിൽ ഞാനിപ്പോൾ വെച്ചേക്കുന്നത് നോർമൽ മോഡ് മാറ്റി സ്പോർട്ട് മോഡാണ്. കാരണം ഇത്തിരി വെയിറ്റ് ഒക്കെ വെച്ച് ഓടിക്കാം, ഹൈവേ ആണല്ലോ. അത് മാത്രമല്ല ഈ ഒരു ഗോൾഫ് ബോളിൻ്റെ ആ ഒരു ഡിസൈനുള്ള ഈ ഒരു സ്റ്റിച്ചിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറയുന്നത് ക്ലച്ച് പെഡലിൻ്റെ ഇടതുവശത്ത് കാല് വെക്കാനായിട്ട് ഗ്യാപ്പ് ഇല്ല എന്നുള്ളതാണ്. അതൊരു പോരായ്മയാണ്. പക്ഷേ പവർ ഉണ്ട്, നല്ല പവറാണ്. നല്ല പവർ എന്ന് പറയുമ്പോൾ മഹീന്ദ്ര അവകാശപ്പെടുന്നത് 0 to 60, അതായത് 60 കിലോമീറ്റർ. ഇപ്പോൾ വിദേശത്തെ വണ്ടികളിൽ 0 to 60 മൈൽസ് പറയണ പോലെ 0 to 60 5 സെക്കൻഡിലാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്ന് കാലെടുത്ത് കാണിക്കാം. കാലെടുത്ത് കാണിക്കാന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓടിച്ചുകൊണ്ട് പോവാണ്. വളരെ മെല്ലെ പോകണം. റോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പറന്ന് കയറി പോകുന്ന ആ ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് തന്നെയാണ്. പഴയ ഒരു പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനുമുള്ള ആ ഒരു XUV 300 ആക്കി ഒരു AMT കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു വണ്ടിക്ക് AMT ഇല്ല എന്നുള്ളതൊരു പോരായ്മയാണ്. ഒരു ഓട്ടോമാറ്റിക് വേണ്ടതായിരുന്നു തോന്നി. പിന്നെ ഈ ഒരു സീറ്റൊക്കെ നല്ലതാണ്. ഈ ഒരു ബ്ലാക്ക് ലെതർ സീറ്റ് ഇരിക്കാൻ നല്ല സുഖമുണ്ട്, നല്ല സപ്പോർട്ടുണ്ട്. കൂടാതെ നല്ല കാഴ്ച തരുന്ന ഒരു അകത്തുള്ളതാണത്. ആ ഒരു മിററുകളാണെങ്കിലും അല്ലെങ്കിൽ ഒരു വലിയ ഗ്ലാസ് ഏരിയ ആണെങ്കിലും ബോണറ്റ് കണ്ടുകൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. ഞാൻ ഈ സീറ്റിൽ ഇരിക്കുന്നത് ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിലാണ്. ആ ഒരു സ്പോർട്ടി കാറൊക്കെ അല്ലെങ്കിൽ സ്പോർട്സ് കാറൊക്കെ ഓടിക്കുന്ന ആ ഒരു പൊസിഷനാണ്. എന്നാലും എനിക്ക് ബോണറ്റ് കാണാം. ബോണറ്റ് കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ കോൺഫിഡൻസും
ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വണ്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ XUV300 എന്ന് പറയുന്ന വണ്ടി എന്ന് പറയുന്നത് കുറച്ച് കാലം ഇവിടെ നിരത്തിലുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡീസൽ എഞ്ചിനുള്ള ആ ഒരു AMT നമ്മളന്ന് ആ ഒരു വാഗമണിൽ പോയപ്പോൾ ആ ഒരു 100 പവറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല പവർഫുൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കളർ കോമ്പിനേഷനും ഈ ഒരു എഞ്ചിൻ്റെ പവർ ടോർക്ക് ഫിഗറുകളും തന്നെയാണ്, അല്ലാണ്ട് കാര്യമായിട്ടുള്ള രൂപത്തിൽ കാര്യമായിട്ട് വ്യത്യാസമില്ല. എനിക്ക് തോന്നുന്നു വൈറ്റും ബ്ലാക്ക് കോമ്പിനേഷൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കാണാനായിട്ട്. കൂടാതെ 3 വേരിയന്റുകളുണ്ട്. 10 ലക്ഷം രൂപയോളമാണ് ഈ ഒരു TGDയുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. 3 വേരിയന്റുകളുടെ കാര്യം പറയുമ്പോൾ ഇത് ഓപ്ഷണലാണ്, W8 ഓപ്ഷണലാണ്. ഈ ഒരു ഓപ്ഷനിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു മെമ്മറി, AC മെമ്മറി അടക്കം എല്ലാം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഓടിക്കാൻ രസമുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്കാണ് ഈ ഒരു XUV300 ഞാൻ കാണുന്നത്. നല്ല ഫൺ ഫാക്ടർ ഉണ്ട്. കൂടാതെ എനിക്ക് തോന്നുന്നു ഒരു 10-12 കിലോമീറ്ററൊക്കെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി കൂടി പ്രതീക്ഷിക്കാം. അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് എന്താ അറിയോ, ടർബോ പെട്രോളുകൾ എപ്പോഴും ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസിക്ക് ഒരിത്തിരി എതിരാണ്, നമ്മളൊന്ന് ചവിട്ടി കുത്തി ഓടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു വണ്ടി ആ ഒരു ലീഗൽ സ്പീഡിലൊക്കെ ഓടിക്കുന്നത് അല്ലെങ്കിൽ ഓടുന്നത് 6ാമത്തെ ഗിയറിൽ ഏകദേശം 1800-2000 RPM. ആ ഒരു RPM ഓടിക്കുമ്പോൾ അത്യാവശ്യം ഒരു ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 15 പുറത്തൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് കാല് കൊടുത്താൽ അത് ഡ്രാസ്റ്റിക്കലി ഡ്രോപ്പ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫണ്ണ് കിട്ടുമ്പോൾ ഒരു ഒത്തിരി കാശുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എനിക്കൊന്ന് കാല് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ കാല് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഡൗൺ ചെയ്യുമ്പോൾ ആ ഒരു ഷിഫ്റ്ററിനെ കുറിച്ച് പറയണം. നല്ല ഷിഫ്റ്ററാണ്, സ്ലിക്ക് ഷിഫ്റ്ററാണ്. ഷിഫ്റ്ററിൻ്റെ ആ ഒരു ത്രോയൊക്കെ കൊള്ളാം. അതായത് നമുക്ക് ഒരിക്കലും അലോസരങ്ങളൊന്നും ഇല്ലാതെ സുഖമായിട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്ന ഒരു ഷിഫ്റ്ററാണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു 6 സ്പീഡ് സ്ലിക്കാണ്. കൂടാതെ ലൈറ്റ് ക്ലച്ച് ഉണ്ട്, നല്ല സസ്പെൻഷനാണ്, 4 വീൽ ഡിസ്ക് ബ്രേക്കുകളുണ്ട്, കോർണറിങ് അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു കോർണറിങ് ബ്രേക്ക് അസിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ, ESP ഉണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്. അപ്പോൾ സവിശേഷതകളാൽ സമ്പന്നമായ ഓടിക്കാൻ രസമുള്ള ഫൺ ഫാക്ടറുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ വണ്ടിയെ കാണുന്നത്. അപ്പോൾ നിങ്ങളൊരു കോമ്പാക്ട് SUV നോക്കുകയാണ്, നിങ്ങൾക്കൊരു വണ്ടി നോക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായും ഒന്ന് ഓടിച്ച് നോക്കേണ്ട ഒരു വണ്ടിയാണിത്. ഇപ്പോൾ ഡീസൽ എഞ്ചിനുകളില്ല, അഭാവമുണ്ട്. ഡീസൽ എഞ്ചിനുള്ള വണ്ടികളുണ്ട്. ഇപ്പോൾ സോണറ്റിൻ്റെ ആ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ അത്യാവശ്യം നല്ല വണ്ടിയാണ്, അല്ലെങ്കിൽ നല്ലൊരു എഞ്ചിനാണ്. കൂടാതെ അതിൻ്റെ കൂടെ ഒരു ടോർക്കാണ്, ഓട്ടോമാറ്റിക് ആണ്. അതല്ല ഞാൻ പറഞ്ഞത്, പെട്രോൾ എഞ്ചിൻ മതി അത്യാവശ്യം ഫൺ ഫാക്ടറുള്ള വണ്ടി വേണമെങ്കിൽ. ഇപ്പോൾ വെന്യൂ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കുറച്ചധികം പവർഫുള്ളായിട്ട് വണ്ടി, ആ ഒരു വണ്ടിയുടെ പ്രൈസിന് തന്നെ ഞാൻ പറഞ്ഞ ബേസ് മോഡലാണ്. ആ ഒരു 10 ലക്ഷം രൂപ ഷോറൂം പ്രൈസുള്ള ആ ഒരു മോഡലാണ്. ആ ഒരു കമ്പാരിസൺ കൂടി വണ്ടിക്കുണ്ട്. അതായത് ഒരു ഇത്തിരി കൂടി പവർഫുള്ളായിട്ടുള്ള വണ്ടി ആ ഒരു കയ്യിലൊതുങ്ങുന്ന വിലയ്ക്ക് കിട്ടുമെന്നുള്ളത് ഇത് സ്റ്റിൽ ഓവർ പ്രൈസ് ആണ് കേട്ടോ. ഞാൻ പറയണത് ആ ഒരു പവർ മാത്രം വെച്ചിട്ടാണ്. അതായത് 130 PS എന്ന് പറയുമ്പോൾ ആ ഒരു 1.5 ഡീസലുകളുടെ ടെറിട്ടറിയാണ് ഈ ഒരു പെട്രോൾ. 1.2 ടർബോ പെട്രോൾ, 1.5 ഡീസലുകളുടെ ആ പവറിനോട് കിടപിടിക്കുന്ന പവറുണ്ട്. ഞാൻ പറഞ്ഞാൽ ആ ഒരു 100 bhp പുറത്ത് 130 bhp എന്നുള്ളത്. അപ്പോൾ ആ ഒരു പവറാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. കൂടാതെ ഓടിക്കാനുള്ള ആ ഒരു ഫൺ ഫാക്ടർ, 4 വീലിലെ ഡിസ്ക് ബ്രേക്കുകൾ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു പാക്കേജ് എന്ന നിലയ്ക്ക് ഒരു നല്ല വണ്ടിയാണ് ഈ ഒരു XUV300. ഇതിൻ്റെ കുറവുകൾ ഞാൻ പറഞ്ഞു. ക്ലച്ചിൻ്റെ അവിടെ ഒരു കാല് വയ്ക്കാൻ സ്ഥലമില്ല, കൂടാതെ ബൂട്ട് സ്പേസ് കുറവാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ തീർത്തും നല്ല ഒരു വണ്ടിയാണ് എന്നുള്ളതാണ് ഈ ഒരു വണ്ടിയെക്കുറിച്ച് തോന്നിയത്. അപ്പോൾ 6 സ്പീഡ് ആ ഒരു ഗിയർ ബോക്സ് ആണല്ലോ. ഞാനിപ്പോൾ ഷിഫ്റ്റ് 4ലേക്ക് എത്തി. അവിടെ ഒരു ഗിയർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ നോക്കി ഓടിക്കാം. അത് മാത്രമല്ല ഷിഫ്റ്റ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഓട്ടോമാറ്റിക്കുകളാണ് ഇനിയുള്ള കാലം എന്ന് പറയുമെങ്കിൽ മാനുവലിൻ്റെ ഒരു ഫൺ ഫാക്ടർ ഉണ്ടല്ലോ. അങ്ങനെ ഫൺ ഫാക്ടർ നമ്മൾ നോക്കി മാനുവൽ മേടിക്കുമ്പോൾ മാനുവലിന് എത്ര ഈസി ടു യൂസ് ഗിയർ ഷിഫ്റ്റ് വേണം. ആ ഒരു കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയെ ഒരു ഗുണമായിട്ട് കാണാമെന്നുള്ളതാണ്. അത്യാവശ്യം നല്ല ഷിഫ്റ്റാണ്. ഈ ഷിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കൂടാതെ ആ ഒരു ക്ലച്ചിൻ്റെ കുറച്ച് ലോങ് ത്രോ ക്ലച്ച് ആണെങ്കിൽ കൂടി ലൈറ്റാണ്, വലിയ അലോസരങ്ങളൊന്നും ഇല്ല. ബ്രേക്ക് ആ ഒരു നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട്. സ്റ്റിയറിംഗ് അത്യാവശ്യം വെയിറ്റുള്ള സ്റ്റിയറിംഗ് ആണ്. ഇപ്പോൾ ഈ ഒരു സ്പോർട്ട് മോഡിൽ, നമുക്ക് നോർമൽ മോഡിലാണെങ്കിൽ സിറ്റി സ്പീഡിൽ ലൈറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് നിങ്ങളൊരു SUV നോക്കുകയാണെങ്കിൽ, ഒരു കോമ്പാക്ട് SUV നോക്കുകയാണെങ്കിൽ ഈ ഒരു XUV300 ഒരു ചെക്കിംഗ് അറിയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ അത്രയുള്ള പതിപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിൻ്റെ കാര്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്, ബെൽ ഐക്കൺ ചെയ്യുക. എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെയാണ് നമ്മുടെ ഇന്ധനം, അറിയാലോ. അപ്പോൾ ഒന്ന് കാലം കൊടുത്തിട്ട് അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.